ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അർദ്ധവൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായി വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അർദ്ധവൃത്തത്തിന് അകത്തെ ഒരു ബിന്ദുവുമായി വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചാലുണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എന്നീ ആശയങ്ങൾ നാം പഠിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ, ത്രികോണം കാണുന്നുണ്ട്. മൂന്ന് ത്രികോണങ്ങൾ കാണുന്നുണ്ട്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ ചിത്രത്തിലെ ത്രികോണത്തിൻ്റെ എ ബി എന്ന വശം വ്യാസമായി വൃത്തം വരച്ചാൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാം ശീർഷങ്ങൾ വൃത്തത്തെ സംബന്ധിച്ച് അകത്തായിരിക്കുമോ, വൃത്തത്തിലായിരിക്കുമോ, പുറത്തായിരിക്കുമോ എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായി ആദ്യത്തെ ത്രികോണം എ ബി സി എന്ന് പേര് കൊടുക്കാം. കോൺ സി, ത്രികോണം എ ബി സി 110 എന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എ ബി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ സി എന്ന ബിന്ദു വൃത്തത്തിൻ്റെ അകത്തായിരിക്കും. ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിൻ്റെ അകത്തായിരിക്കും. ത്രികോണം എ ബി സിയിൽ എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ കോൺ സി 110 ഡിഗ്രി, അത് 90നേക്കാൾ കൂടുതലായതുകൊണ്ട് സി എന്ന ബിന്ദു വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും. കാരണം നമുക്കറിയാം ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90. കോൺ സി 110 ഡിഗ്രി 90നേക്കാൾ കൂടുതലായതുകൊണ്ട് സി എന്ന ബിന്ദു വൃത്തത്തിന് അകത്താണ്. അടുത്ത ത്രികോണം എ ബി ഡി പരിഗണിക്കാം. ത്രികോണം എ ബി ഡിയിൽ കോൺ ഡി സമം 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ എന്നറിയാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ത്രികോണം എ ബി ഡിയിൽ കോൺ ഡി 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നറിയാം. ആൻഡ് വി ഹാവ് angle in a semicircle is 90 degree. So if we draw a circle with AB as diameter, AB അതായത് ത്രികോണത്തിൻ്റെ താഴത്തെ വശം AB വ്യാസമായി വൃത്തം വരച്ചാൽ D എന്ന ബിന്ദു വൃത്തത്തിലായിരിക്കും. D is on the circle. വൃത്തത്തിലായിരിക്കും. നാം വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് വൃത്തത്തിലായിരിക്കും. കാരണം കോൺ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട്. അടുത്തത് ത്രികോണം എ ബി ഇ പരിഗണിക്കാം. ത്രികോണം എ ബി ഇയിൽ കോൺ ഇ സമം 70 ഡിഗ്രി. ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 70 90നേക്കാൾ കുറവാണ്. ആയതുകൊണ്ട് തന്നെ എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ if we draw a circle with AB as diameter, E is a point outside the circle. E എന്ന ബിന്ദു വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. E is a point outside the circle. വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോണുകൾ, എ ബി അല്ലാത്ത മൂന്നാമത്തെ കോൺ നോക്കിക്കൊണ്ട് ഇവിടുത്തെ ഈ മൂന്നാമത്തെ കോൺ നോക്കിക്കൊണ്ട് എ ബി എന്ന വശം വ്യാസമായി വൃത്തം വരച്ചാൽ ഈ മൂന്നാമത്തെ പോയിന്റ് വൃത്തത്തിനുള്ളിലായിരിക്കുമോ, വൃത്തത്തിലായിരിക്കുമോ, പുറത്തായിരിക്കുമോ എന്ന് നമുക്ക് കണ്ടെത്താനായി സാധിക്കും.
വൃത്തം വരയ്ക്കാതെ തന്നെ നമുക്കത് കണ്ടെത്താനായി സാധിക്കും. Second question. For each diagonal of the quadrilateral shown, check whether the other two corners are inside or outside the circle with the diagonal as diameter. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ ഓരോ വികരണവും വ്യാസമായി വൃത്തം വരച്ചാൽ ആ വികരണത്തിൽ അല്ലാത്ത എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടെത്തണം. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. 3 കോണുകൾ തന്നിട്ടുണ്ട്. ഈ ചതുർഭുജത്തിൻ്റെ വികരണങ്ങൾ നമുക്കറിയാമല്ലോ, ഡി ബിയും എ സിയുമാണ്. അപ്പോൾ ഡി ബി വരച്ച് ഡി ബി വ്യാസമായി വൃത്തം വരച്ചാൽ എയുടെയും സിയുടെയും സ്ഥാനം കണ്ടെത്തണം. അതുപോലെ എ സി വരച്ച് എ സി വ്യാസമായി വൃത്തം വരച്ചാൽ ഡിയുടെയും ബിയുടെയും സ്ഥാനമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായി ആദ്യം എ സി എന്ന വ്യാസം വരയ്ക്കാം. വ്യാസം എ സി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എ സി വ്യാസമായി ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ. അതിനായിക്കൊണ്ട് നമുക്ക് 4ാമത്തെ ആംഗിൾ കണ്ടെത്താൻ പറ്റും. ഫൈൻ വാട്ട് ഇസ് ആംഗിൾ ഡി? ആംഗിൾ ഡി എന്താണ്? നമുക്കറിയാം, ഇൻ എ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. In a quadrilateral, sum of 4 angles equal to 360 degree. In a quadrilateral, sum of angles equal to 360 degree. ഒരു ചതുർഭുജത്തിൻ്റെ 4 കോണുകൾ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും. ആയതുകൊണ്ട് കോൺ ഡി സമം 360 മൈനസ് 360 മൈനസ് 105 പ്ലസ് 55 plus 110, which is equal to 360 minus 270 equal to 90. ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. 3 കോണുകൾ തന്നിട്ടുണ്ട്. ഈ ചതുർഭുജത്തിൻ്റെ ക്വാഡ്രിലാറ്ററലിൻ്റെ 4th ആംഗിൾ നമ്മൾ കണ്ടെത്തി. അതിനായി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആണ് ഉപയോഗിച്ചത്. 4 കോണുകൾ കൂട്ടിയാൽ 360 ആണെന്നറിയാം. 3 എണ്ണം തന്ന് 4ാമത്തേത് കണ്ടെത്താൻ 360 മൈനസ് 105 പ്ലസ് 55 പ്ലസ് 110. അപ്പോൾ 360 മൈനസ് 270 90 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, എ സി വ്യാസമായി വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, ആംഗിൾ ഡി 90 ആയതുകൊണ്ട് കോൺ ഡി സമം 90 ഡിഗ്രി ആയതുകൊണ്ട് സി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. സി വൃത്തത്തിലായിരിക്കും. കാരണം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ എന്ന് നമുക്കറിയാം. കോൺ ഡി 90 ആയതുകൊണ്ട് സി എന്ന ബിന്ദു വൃത്തത്തിലാണ്. അതുപോലെ തന്നെ കോൺ ബി സമം 55 ഡിഗ്രി. ഈ 55 ഡിഗ്രി കോൺ ബി, ആംഗിൾ ബി ഈക്വൽ ടു 55 ഡിഗ്രി, വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ if we draw a circle with AC as diameter, B is outside the circle. പുറത്തായിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും. കാരണം കോൺ ബി 55 ഡിഗ്രി എന്നത് 90-നേക്കാൾ കുറവായതുകൊണ്ട് ബി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. നമുക്കറിയാം, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇഫ് ദ ആംഗിൾ ഈസ് ലെസ് ദാൻ ഡിഗ്രി, it is outside the circle, and if it is greater than 90, it is inside the circle. അപ്പോൾ ഓക്കെ, അപ്പം 3 എണ്ണം തന്ന് 4ാമത്തെ കോൺ കണ്ടെത്തി വേണം എ സി വ്യാസമായി വൃത്തം വരച്ചാൽ അത് പുറത്തായിരിക്കുമോ വൃത്തത്തിലായിരിക്കുമോ വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിനായി 4ാമത്തെ കോൺ നമ്മൾ കണ്ടെത്തി. ചതുർഭുജത്തിലെ 4 കോണുകളുടെ തുക 360 ആണെന്നറിയാമല്ലോ. 4ാമത്തെ കണ്ടെത്താൻ
360 നിന്ന് 3 തുക കുറച്ചു. അപ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടി. ആയതുകൊണ്ട് തന്നെ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് ദ പോയിന്റ് ബി? ഹിയർ ആംഗിൾ ബി ഈസ് 55 ഡിഗ്രി ഈസ് ഗിവൺ. 55 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ 55 ഡിഗ്രി 90-നേക്കാൾ കുറവാണ്. ആയതുകൊണ്ട് തന്നെ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, ബി ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അടുത്തത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ തന്നെ നെക്സ്റ്റ് ഡയഗണൽ, അടുത്ത വികരണം ഡി ബി ജോയിൻ ചെയ്യാം. ഡി ബി അടിസ്ഥാനപ്പെടുത്തി ഡി ബി വ്യാസമായി വൃത്തം വരച്ചാൽ എയുടെയും സിയുടെയും സ്ഥാനം കണ്ടെത്തണം. അതിനായി ഡി ബി ചേർത്ത് വരയ്ക്കുക. ഡി ബി ചേർത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഡി ബിയിൽ, ഈ ഡയഗണൽ ഡി ബിയിൽ ഡി ബി വ്യാസമായിട്ടൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ എയുടെ പൊസിഷനാണ് നോക്കേണ്ടത്. അതിനായിക്കൊണ്ട് ആംഗിൾ എ കോൺ എ സമം 105 ഡിഗ്രി. ഇത് 90-നേക്കാൾ കൂടുതലാണ്. ആംഗിൾ എ 105 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. സോ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ഡി ബി ആസ് ഡയമീറ്റർ, എ ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. A is inside the circle. Angle A 105 degree. 105 is greater than 90 degree. 105 ആണ്. 105 90-നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡി ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ, ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ഡി ബി ആസ് ഡയമീറ്റർ, എ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. കാരണം ആംഗിൾ എ 105 ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90. 105 90-നേക്കാൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ആംഗിൾ സി, കോൺ സി എന്ന് പറയുന്നത് 110. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 110 ഡിഗ്രി 90-നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡി ബി വ്യാസമായി വൃത്തം വരച്ചാൽ സി എന്ന് പറയുന്നത് വൃത്തത്തിനകത്താണ്. സി വൃത്തത്തിനകത്താണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ഡി ബി ആസ് ഡയമീറ്റർ, ഡി ആൻഡ് ബി ആർ ഓൺ ദ സർക്കിൾ. ഡിയും ബിയും വൃത്തത്തിലായിരിക്കും. എ പുറത്താണ്, എ ഉള്ളിലാണ്, സി ഉള്ളിലാണ്. അതുപോലെ തന്നെ ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ, എ സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ പോയിന്റ്സ് എ ആൻഡ് സി ആർ ഓൺ ദ സർക്കിൾ, ബി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, D is on the circle. Next question. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. നോക്കാം. ചിത്രത്തിൽ ഒരു വര വ്യാസമായി ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായി ഒരു ചെറിയ വൃത്തവും വരച്ചിട്ടുണ്ട്. ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏതൊരു ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യും എന്നതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നോക്കാം. ഈ വൃത്തത്തിൻ്റെ, വലിയ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് O. അതിന് പകുതി വ്യാസമുള്ള എ ബിയുടെ പകുതി നീളം മാത്രം വ്യാസമുള്ള ഒരു വൃത്തമാണ്, ചെറിയ വൃത്തമാണ് വരച്ചിരിക്കുന്നത്. എ സി എന്നതാണ് ഞാൻ. ഇവിടെ തെളിയിക്കേണ്ടത് എം എന്ന ബിന്ദുവാണ് ഈ ഞാണ് ചെറിയ വൃത്തത്തെ ഗണിക്കുന്ന ബിന്ദു. The intersecting point of the chord and the smaller circle is the point M. We require to prove that M is the midpoint of AC. M എന്നത് AC യുടെ മധ്യബിന്ദു ആണ് എന്നാണ് തെളിയിക്കേണ്ടത്.
എം എന്നത് എ സിയുടെ മധ്യബിന്ദു എന്ന് തെളിയിക്കണം. അതിനായിക്കൊണ്ട് ഒ എം യോജിപ്പിക്കുക. ഒ എം യോജിപ്പിക്കുക. കോൺ എം 90 ഡിഗ്രിയാണ്. ജോയിൻ ഒ എം. ഒ എം യോജിപ്പിക്കുക. ആംഗിൾ എം ഈസ് 90 ഡിഗ്രി. കാരണം നമുക്കറിയാമല്ലോ, ഒ എം യോജിപ്പിക്കുക. കോൺ എം 90 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ. അതുകൊണ്ട് കോൺ എം 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. നാം 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വസ്തുത നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ഒരു വൃത്തത്തിൻ്റെ ഞാൻ ഓ കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തത്തിലെ ഒരു ഞാനാണ് പി ക്യു. ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിലെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും എന്ന് നാം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. The perpendicular drawn from the center of a circle to a chord bisect the chord. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. എം ഈസ് ദ മിഡ് പോയിന്റ് ആവും. അതേപോലെ സിമിലർലി ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ ലാർജർ സർക്കിൾ ആൻഡ് ആൾസോ വി ഗെറ്റ് ആംഗിൾ എം ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. കാരണം എ എം ഒ ഒരു സെമി സർക്കിളാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എം 90 ഡിഗ്രിയാണ്. സോ വി ഗെറ്റ് ഒ എം ഈസ് പെർപെൻഡിക്കുലർ. ഒ എം പെർപെൻഡിക്കുലർ ടു എ സി എന്ന് നമുക്ക് കിട്ടി. ഒ എം പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എ എം ഈക്വൽ ടു എം സി. സോ എം ഈസ് ദ മിഡ് പോയിന്റ്. എ എം ഈക്വൽ ടു എം സി എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ അതിൻ്റെ മൂന്നാമത്തെ ശീർഷം എവിടെയായിരിക്കും എന്നതാണ് കണ്ടെത്തേണ്ടത്. ത്രികോണം എ ബി സിയിൽ എ ബി 5, എ സി 12, ബി സി 13. വശങ്ങളുടെ നീളം 5, 12, 13 ആയ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ത്രികോണത്തിൻ്റെ പ്രത്യേകത? വശങ്ങൾ 5, 12, 13 സെൻറ്റിമീറ്റർ ആയാൽ ഇത് ഒരു മട്ടത്രികോണമാണ്. ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. കാരണം if the sides are 5 cm, 12 cm, 13 cm, it is a right triangle since it is a Pythagorean triplet. കാരണം 5 square plus 12 square equal to 13 square ആയതുകൊണ്ട് it is a right triangle. ഇതൊരു മട്ടത്രികോണമാണ്. വശങ്ങൾ 5, 12, 13 ആയിട്ടുള്ള ത്രികോണം ഇതൊരു പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ ആയതുകൊണ്ട് ഇതൊരു മട്ടത്രികോണമാണ്. ആൻഡ് വി ഹാവ് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. ആൻഡ് ആൾസോ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ലോങ്ങർ സൈഡ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംഗിൾ.
ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ വശത്തിനെതിരെ കിടക്കുന്ന കോണാണ് വലിയ കോൺ. ഒരു മട്ടത്രികോണത്തെ സംബന്ധിച്ച് വലിയ കോൺ മട്ടകോണായിരിക്കും. ആയതുകൊണ്ട് തന്നെ 13 സെൻറ്റിമീറ്റർ, അതായത് ബി സിക്ക് എതിരെ കിടക്കുന്ന കോൺ എ സമം 90 ഡിഗ്രി ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തേത് 5, 12, 13, 5, 12, 13 is a Pythagorean triplet. What is a Pythagorean triplet? A set of 3 numbers which satisfies Pythagoras theorem is a Pythagorean triplet. 5 square plus 12 square equal to 13 square. So it is a right triangle. നമുക്കറിയാം ഒരു മട്ടത്രികോണത്തിൽ ഏറ്റവും വലിയ കോൺ മട്ടകോണാണ്. അതുമാത്രവുമല്ല വലിയ വശത്തിനെതിരെ കിടക്കുന്നതാണ് മട്ടകോൺ. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രി ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംഗിൾ ആൻഡ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംഗിൾ. ഇവിടെ 13-നെതിരെ കിടക്കുന്ന കോണ് ഇതാണ്. 13 സെൻറ്റിമീറ്ററാണ് വലിയ വശം. അതുകൊണ്ട് 13-നെതിരെ കിടക്കുന്ന കോൺ വലുത്. കോൺ എ സമം 90. ഇത് കൂടാതെ നമുക്കൊരു കാര്യം കൂടെ അറിയാം. കോൺ സി പ്ലസ് കോൺ ബി സമം 90. കോൺ സിയും കോൺ ബിയും കൂടെ കൂട്ടിയാൽ 90 ആവും. അപ്പോൾ കോൺ സി 90-നേക്കാൾ കുറവാണ്. കോൺ ബിയും 90-നേക്കാൾ കുറവായിരിക്കും. സോ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ബി സി ആസ് ഡയമീറ്റർ, ബി സി വ്യാസമായി വൃത്തം വരച്ചാൽ ബി സി വ്യാസമായാൽ എ എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിലായിരിക്കും. ബി സി വ്യാസമായാൽ എ വൃത്തത്തിലായിരിക്കും. ബി സി വ്യാസമായാൽ എ വൃത്തത്തിലാവും, ബിയും സിയും വൃത്തത്തിലാവും. ബിയും സിയും വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളായതുകൊണ്ട് വൃത്തത്തിലാവും. എയും വൃത്തത്തിലായിരിക്കും. അടുത്തത് എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ, എ ബി വ്യാസമായാൽ നാം പറഞ്ഞു കോൺ സി 90-നേക്കാൾ കുറവാണ്. ആയതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും. 90-നേക്കാൾ കുറവായതുകൊണ്ട് വൃത്തത്തിന് പുറത്തായിരിക്കും. അതുപോലെ തന്നെ എ സി ഡയമീറ്റർ ആയാൽ, എ സി വ്യാസമായി വൃത്തം വരച്ചാൽ കോൺ ബി 90-നേക്കാൾ കുറവാണ്. ആയതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് പുറത്തായിരിക്കും. ഇപ്പോൾ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് ആണ് 5, 12, 13. അതുകൊണ്ട് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. Angle opposite to the longest side is the biggest angle. So angle A 90 degree. അങ്ങനെ ബി സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ, ബി ആൻഡ് സി ആർ ആൾസോ ഓൺ ദ സർക്കിൾ. ഇനി ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ, എ ബി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എയും ബിയും സർക്കിളിലുണ്ടാവും. കാരണം ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ്. സി എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവാണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ. എ സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എയും സിയും സർക്കിളിലുണ്ടാവും. ആംഗിൾ ബി 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഇത് വൃത്തത്തിന് പുറത്തായിരിക്കും. ഓക്കെ, ഇപ്പോൾ വീഡിയോ കാണുക, ഇതിലെ പ്രൂഫ് അതുപോലെ പ്രോബ്ലംസ് എഴുതിയെടുക്കുക, ആവർത്തിച്ച് എഴുതി പഠിക്കുക. താങ്ക് യു.